ഹലോ, ഞാൻ CM ഇബ്രാഹിം, ചോലക്കൽ ഹൗസ്, പത്തിരിപ്പാല, റിട്ടയർഡ് SI ആണ്. എനിക്ക് ക്രൈസാണ് ഫിഷ് ഫാമിംഗ്. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. 2 പോണ്ടുകളാണുള്ളത്. ആദ്യത്തെ പോണ്ട് 6x4 മീറ്ററും രണ്ടാമത്തെ 4x8 മീറ്ററും നീട്ടമാണുള്ളത്. രണ്ടാമത്തെ പോണ്ടിൽ 50,000 ലിറ്ററോളം വെള്ളം കൊള്ളും. ഈ പോണ്ടിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശം 2 അടിയോളം ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞാണ് കിടക്കുന്നത്. ഈ മീനിൻ്റെ വിസർജ്യവും മറ്റു മാലിന്യങ്ങളും എല്ലാം ആ ഭാഗത്തേക്ക് വരും. അവിടെ നിന്നൊരു സബ്മർസിബിൾ പമ്പ് വെച്ച് ഈ മാലിന്യവും വെള്ളവും എല്ലാം അടിച്ച് കയറ്റി നേരെ വന്ന് ഒരു ഡ്രമ്മിൻ്റെ മുകളിലൂടെ വന്ന് ആ ഡ്രമ്മിൻ്റെ താഴത്തേക്ക് പമ്പ് ചെയ്ത് വിടും. ആ വെള്ളം അതിനകത്തുള്ള നെറ്റ് ഉപയോഗിച്ച് ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ വെള്ളം ഈ ഡ്രമ്മിൻ്റെ മുകളിലൂടെ വന്ന് നേരെ അടുത്ത ഡ്രമ്മിൻ്റെ താഴേക്ക് വരും. ആ ഡ്രമ്മിൻ്റെ താഴെ വീണ്ടും ഒരു നെറ്റ് ഉപയോഗിച്ച് ഫിൽട്രേഷൻ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ശുദ്ധമായ വെള്ളം വന്ന് ഈ അസോള ടാങ്കിലേക്ക് വീഴും. ഈ 2 പുറത്തേക്കുള്ള പൈപ്പുകൾ ഈ നെറ്റ് ക്ലീൻ ചെയ്ത് വെള്ളം പുറത്തേക്ക് കളയാനുള്ളതാണ്. 3 ടാങ്കുകളാണുള്ളത്. അസോള ടാങ്കിൽ 2 എണ്ണത്തിൽ അസോള വെച്ചിട്ടുണ്ട്, 3ാമത്തേതിൽ പായലുകളാണ്. ഈ അസോള വെള്ളത്തിലുള്ള മാലിന്യങ്ങളായ അമോണിയ, നൈട്രജൻ, നൈട്രേറ്റ്, മറ്റു മൂലകങ്ങൾ എല്ലാം അവിടുന്ന് വലിച്ചെടുക്കും. വീണ്ടും ബാക്കി വരുന്ന വല്ല മാലിന്യങ്ങളും ഉണ്ടെങ്കിൽ അത് 3ാമത്തെ ടാങ്കിലുള്ള പായലുകൾ വലിച്ചെടുത്തോളും. ശേഷം ശുദ്ധമായ വെള്ളം വന്ന് കുളത്തിലേക്ക് വീണ്ടും ചാടുന്നു.